പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജൂലൈ 22 ചൊവ്വാഴ്ചയാണ്. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മരിച്ച വീടുകളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയെ, എന്താണ് കാരണമെന്ന് അറിയത്തില്ല. അവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ് പ്രാർത്ഥനകളും വേർപാട് പ്രാർത്ഥനകളും ഒക്കെ കാണുന്നു. ഈശോയെ, മരണ വീടുകളും മരിച്ച് സ്വന്തപ്പെട്ടവർ വിടവാങ്ങിപ്പോയ വീടുകളും ആ സമയത്ത് എല്ലാവരും ഓരോരുത്തരും ഓടി വന്ന് സന്ധിച്ച് സമാശ്വസിപ്പിച്ചെങ്കിലും കർത്താവെ, ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വീട്ടിൽ അപ്പോഴാണ് ശരിക്കും മരിച്ച വീടായി മാറുന്നത്. മരിച്ച വീടുകൾ എപ്പോഴും മരിച്ച വീടായി മാറുന്നത് മരണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴാണ്. അത്തരം വീടുകൾ ഒത്തിരി കർത്താവ് കാണിക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണം. ദൈവമേ, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ വിയോഗത്തിൽ ജീവിച്ചതുപോലെ ആത്മശക്തിയോട് ജീവിക്കാൻ വേണ്ടി അവർക്ക് അഭിഷേകം നൽകുന്ന പ്രാർത്ഥന. കർത്താവേ, പരീക്ഷയ്ക്ക് തോറ്റുപോയവരുണ്ട്, ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു പോയവരുണ്ട്, പണം അപഹരിക്കപ്പെട്ടവരുണ്ട്,
കർത്താവേ, അവരെല്ലാം പണാപഹരണങ്ങളെ, ചില സമയത്ത് നമ്മുടെ സമാധാനം അപഹരിക്കപ്പെടും, ചില സമയത്ത് നമ്മുടെ സ്വത്ത് അപഹരിക്കപ്പെടും. എത്ര പേരുടെ വിസ തട്ടിപ്പിലൊക്കെ വന്നിട്ടുള്ളത്? അവരെല്ലാവരും ഞാൻ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. ആദിമസഭയുടെ ഒരു ആത്മാഭിമാനവും അഭിഷേകവും ഉണ്ട്. നമുക്ക് വായിക്കാം. എബ്രായർ 10:34 വായിച്ച്. തടങ്കിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. കണ്ട ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടമായത് ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അതായത് ഈ നഷ്ടപ്പെടുമ്പോഴും ഭൂമിയിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ശാശ്വതവും ഉത്കൃഷ്ടവുമായതിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണെന്നാണ് ആദിമസഭ ചിന്തിച്ചത്. കർത്താവേ, അതുപോലെ ചിന്തിക്കാനുള്ള അഭിഷേകം അങ്ങനെ മക്കൾക്ക് നൽകണമേ. കർത്താവേ, നീ പറഞ്ഞല്ലോ ഈശോയെ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. ഇതുപോലെ ലോകം നൽകുന്ന ദുഃഖങ്ങളെ കീഴടക്കാൻ യേശുക്രിസ്തുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ അങ്ങ് ആത്മധൈര്യപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ സർവീശ്വര ആമേൻ. തിങ്കളാഴ്ച എന്താ പറഞ്ഞത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരെ മാത്രമേ ദൈവം തൻ്റെ അടുക്കിലേക്ക് വിളിക്കത്തുള്ളൂ. 3:13 അനുസരിച്ചുകൊണ്ട്. അപ്പോൾ വ്യക്തികളെ അങ്ങനെയാണ്, പ്രാർത്ഥന അങ്ങനെയാണ്. എന്താണ്? ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം സ്വീകരിക്കണം എന്നർത്ഥം. അപ്പോൾ ഒരു ചോദ്യം വരും. എന്താ ചോദ്യം എന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യമുണ്ട് ബൈബിളിൽ, ഇല്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ 6:28-29. അപ്പോൾ അവർ ചോദിച്ചു അങ്ങോട്ട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതി അതാണ് കണ്ട. അതൊക്കെ ദൈവഹിതം ഇഷ്ടം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു. യേശുവിന് റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ആരാണ് വിശ്വസിക്കേണ്ടത്? ദൈവം അയച്ചവനിലുള്ള വിശ്വാസമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം അയച്ചവനെ ക്രിസ്തുവല്ലേ? അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണെങ്കിലേ ദൈവത്തിന് തോന്നണം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഇപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് തോന്നണമെങ്കിൽ നമ്മളുടെ ഈ പ്രാർത്ഥന മാത്രം പോരാ. അതാണ് വിഷയം. അപ്പോൾ ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നണമെങ്കിൽ പിന്നെ എന്താനുള്ള മുമ്പിലുള്ള വിഷയം, നമ്മുടെ റിസ്ക് എന്താ? റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ആണ് ഈ വിശ്വാസത്തിൻ്റെ. എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവെന്ന് പറയണത്, സിമ്പിളായിട്ടൊരു ഉത്തരവെന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാനാണ്. അതാ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. അതാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുവാൻ വിശ്വാസത്തിന്റെ പ്രവർത്തനം ഞങ്ങളില് വർത്തമാനമാകുവാൻ ഇടയാക്കണമേ. നമ്മുടെ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മളെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം എപ്പോഴും നമ്മുടെ റിസ്ക് എന്താണ്? ഓരോ ദിവസവും ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറണം.